നമസ്കാരം. ഡേ സ്പെഷ്യലിലേക്ക് സ്വാഗതം. വെല്ലുവിളികളെ അതിജീവിച്ച് വിജയത്തിലേക്ക് നടന്നു കയറുന്ന ഓരോ ജീവിതങ്ങളും ചുറ്റുമുള്ളവരിലേക്ക് വിതറുന്ന പ്രകാശം ഏറെ ഹൃദ്യവും വിസ്മയിപ്പിക്കുന്നതുമാണ്. ഇല്ലായ്മകളിലേക്ക് നോക്കി നേരം കളയാതെ ഉള്ളവയെ കേന്ദ്രീകരിച്ച് ജീവിതത്തെ പടുത്തുയർത്തി കഠിനമായ അധ്വാനവും ദൃഢമായ ആത്മവിശ്വാസവും കൊണ്ട് ലോകത്തെ ജയിച്ചും അതിശയിപ്പിച്ചും മുന്നോട്ടു പോകുന്നവരിൽ നിന്നും പ്രവഹിക്കുന്ന പ്രത്യാശയുടെ അനുരണനങ്ങൾ നിരാശയിലേക്ക് കൂപ്പുകുത്തുന്ന എത്ര ജീവിതങ്ങളെയാണ് പ്രതീക്ഷയിലേക്ക് നയിക്കുന്നത്. ഇന്ന് ഡിസംബർ 3, അന്തർദേശീയ ഭിന്നശേഷിയുള്ളവരുടെ ദിനം. ദുഃഖിച്ചും വിധിയെ പഴിച്ചും ഇല്ലായ്മകളിലേക്ക് തുറച്ചു നോക്കി ജീവിതം തള്ളി നീക്കാമായിരുന്നിട്ടും കുറവുകളെയല്ല, ഞാൻ എൻ്റെ കഴിവുകളെ എടുത്തുകാട്ടും എന്ന ആത്മവിശ്വാസത്തോടെ ഓരോ ദിവസത്തെയും നേരിടുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ദിവസം. പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കമെന്ന് പാടിയ കുഞ്ഞുണ്ണി മാഷും നിലച്ചിരിക്കാതെ തനിക്കു നഷ്ടമായ കേൾവിശക്തിയെപ്പോലും ബധിരവിലാപം എന്ന മനോഹര കാവ്യമാക്കി മാറ്റിയ വള്ളത്തോളും, ജന്മന കേൾവിശക്തി ഇല്ലാതിരുന്നിട്ട് പോലും സംഗീതത്തിൽ മാന്ത്രികത തീർത്ത ബീഥോവനും, അന്ധനായി മാറിയതിനാൽ അന്ധർക്കായി ബ്രെയിൽ ലിപി എന്ന് പിന്നീട് പ്രശസ്തമായ ലിപി സമ്പ്രദായം വികസിപ്പിച്ചെടുത്ത ലൂയി ബ്രെയിലിയും, കാഴ്ചശക്തിയോ കേൾവിശക്തിയോ ഇല്ലാതിരുന്നിട്ടും നൂറുകണക്കിന് പുസ്തകങ്ങളും പ്രഭാഷണങ്ങളും രചിച്ച ആത്മവിശ്വാസത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും പ്രതീകമായി മാറിയ ഹെലൻ കെല്ലറും, വീൽ ചെയറിലിരുന്നു കൊണ്ട് പ്രപഞ്ച രഹസ്യങ്ങളുടെ കലവറയെ അന്വേഷിച്ച, തമോ ഗർത്തങ്ങളെക്കുറിച്ച് വരെ പഠനങ്ങൾ നടത്തിയ സ്റ്റീഫൻ ഹോക്കിൻസും, മുറിച്ചുമാറ്റപ്പെട്ട ഇടതുകാലുമായി എവറസ്റ്റ് കീഴടക്കിയ അരുണിമ സിൻഹയുമെല്ലാം ഇത്തരത്തിൽ കുറവുകളെ അതിജീവിച്ച് മികവുകളെ ഉയർത്തിക്കാട്ടിയവരാണ്. 1975 ഐക്യരാഷ്ട്രസഭ ഭിന്നശേഷിക്കാരുടെ അവകാശ പ്രഖ്യാപനം നടത്തുകയും പിന്നീട് 1982 ഭിന്നശേഷിക്കാരുടെ വർഷമായി ആഘോഷിക്കുകയും ചെയ്തിരുന്നു. ശേഷം 1992 എല്ലാ വർഷവും ഡിസംബർ 3 ഭിന്നശേഷി ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചത്. സമൂഹത്തിൽ ഭിന്നശേഷിയുള്ളവർ നേരിടുന്ന അസമത്വവും വിവേചനവും അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഐക്യരാഷ്ട്രസഭ ഇങ്ങനെയൊരു ദിനം ആഘോഷിക്കാൻ തീരുമാനിച്ചത്. സമഗ്രമായി ഉൾച്ചേർന്നതും സുസ്ഥിരവുമായ ലോക സൃഷ്ടിക്ക് ഉതകും വിധം ഭിന്നശേഷിക്കാരായ മനുഷ്യരുടെ നേതൃപാടവത്തെ ശക്തിപ്പെടുത്തണമെന്നാണ് ഐക്യരാഷ്ട്രസഭാ സമിതിയുടെ ആഹ്വാനം. സുസ്ഥിരമായ ഒരു ഭാവി കൈവരിക്കാൻ ഭിന്നശേഷിയുള്ളവരുമായി നമുക്ക് കൈകോർത്ത് പ്രവർത്തിക്കാമെന്നാണ് ഈ ദിനത്തിൽ UN തങ്ങളുടെ ട്വിറ്റർ അക്കൗണ്ടിൽ കുറിച്ചിരിക്കുന്നത്. ഭിന്നശേഷി സൗഹൃദ കേരളം എന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രഖ്യാപിത നയവുമാണ്. ഭിന്നശേഷിയുള്ളവർ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല, ചേർത്ത് നിർത്തപ്പെടേണ്ടവരാണെന്ന ബോധ്യം സമൂഹത്തിലേക്കും തങ്ങൾ നിരാശയിലോ അപകർഷബോധത്തിലോ ജീവിക്കേണ്ടവരല്ലെന്നും ഏതൊരു വ്യക്തിയെയും പോലെ അന്തസ്സോടെയും അഭിമാനത്തോടെയും പ്രതീക്ഷാഭരിതമായ ഭാവിയിലേക്ക് നടന്നു കയറി വിജയിക്കേണ്ടവരാണെന്നുമുള്ള ബോധ്യം ഓരോ ഭിന്നശേഷിയുള്ള വ്യക്തിയിലേക്കും പകർന്നു നൽകിക്കൊണ്ടാണ് ഓരോ അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനവും കടന്നു പോകുന്നത്. ഡേ സ്പെഷ്യലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. നന്ദി.